12 ഞായറാഴ്ച വത്തിക്കാനിൽ പുതിയ മാർപ്പാപ്പ ലിയോ 14 തന്റെ ആദ്യ ആശീർവാദ പ്രസംഗത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർക്കുന്നുണ്ടായിരുന്നു. ഇനി യുദ്ധം വേണ്ട. മൂന്നാം ലോക മഹായുദ്ധം ഭാഗികമായി നടക്കുന്ന ഈ നാടകീയമായ സാഹചര്യത്തിൽ ലോകത്തെ വലിയ ശക്തികളോട് ഞാൻ പറയുന്നു, ഇനി ഒരിക്കലും യുദ്ധം വേണ്ട. തന്റെ മുൻഗാമിയുടെ സമാധാനത്തിനായുള്ള ആഹ്വാനം ഉയർത്തിപ്പിടിക്കുകയാണ് പോപ്പ് ലിയോ 14. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി വെള്ളിയാഴ്ചയാണ് ലിയോ 14 തെരഞ്ഞെടുക്കപ്പെട്ടത്. യുഎസിൽ നിന്ന് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് അങ്ങനെ വിശ്വാസികളുടെ ഇടയനായി മാറുമ്പോൾ മുന്നിലുള്ള ദൗത്യങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. അസാധാരണമാംവിധം ലോകഗതിയെ സ്വാധീനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തൊട്ടടുത്ത പിൻഗാമിയാകാനുള്ള ഭാഗ്യം കൂടിയാണ് ലിയോ 14 ലഭിച്ചിരിക്കുന്നത്. രണ്ടാം ക്രിസ്തുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് തിരഞ്ഞെടുത്തത് മുതൽ ലാളിത്യത്തിന്റെ ശ്രേഷ്ഠ ഉദാഹരണമായി മാറിയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഔദ്യോഗിക വസതിയിലെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ചും മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസ്ത്രക്രമത്തിനൊപ്പമുള്ള ചുവന്ന ഷൂസ് ഒഴിവാക്കി തന്റെ പഴയ കറുത്ത ഷൂസ് നിരന്തരം ധരിച്ചും ലോക മനസ്സിൽ ഇടം കണ്ടെത്തിയിരുന്നു അദ്ദേഹം. പോപ്പ് ഫ്രാൻസിസിന്റെ പിൻഗാമിയെയും ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കിയത്. മാറ്റത്തിന്റെ അലയൊലികൾ മുഴക്കി കടന്നുപോയ ഫ്രാൻസിസ് പാപ്പയുടെ നയങ്ങൾ പുതിയ മാർപ്പാപ്പയുടെ കീഴിൽ തുടരുമോ എന്ന ആകാംക്ഷയാണ് ജനങ്ങൾക്ക്. ഗസയിലേതുൾപ്പെടെയുള്ള വംശഹത്യക്കെതിരെ ശബ്ദമുയർത്തിയും അഭയാർത്ഥി പ്രശ്നങ്ങളിൽ സാഹോദര്യം ഉയർത്തിക്കാട്ടിയും പോപ്പ് ഫ്രാൻസിസ് ഉണ്ടാക്കിയ വിപ്ലവം സമാധാനത്തിന് വേണ്ടിയായിരുന്നു. വിശ്വാസത്തിന്റെയും വിശ്വാസികളുടെയും കാര്യത്തിൽ യൂറോപ്പിൽ ഉൾപ്പെടെ വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കാൻ പുതിയ കപ്പിത്താന് കഴിയുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട് ലോക ജനത. കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ രണ്ടാം ദിനത്തിലെ മൂന്നാംവട്ട വോട്ടെടുപ്പിലാണ് 267 മാർപ്പാപ്പയായി കർദിനാൾ പ്രവോസ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിലെത്തിയ അദ്ദേഹം വിശ്വാസികളോടായി പറഞ്ഞത് സമാധാനം നമ്മോട് കൂടെ എന്നായിരുന്നു. ലോകം ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കുകളായിരുന്നു അത്. തന്റെ ആദ്യ അഭിസംബോധനയിലും ലിയോ 14 അതേ വാക്കുകൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഗസയ്ക്കും യുക്രൈനും വേണ്ടി അദ്ദേഹം സംസാരിച്ചു. യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഗസ മുനമ്പിൽ ഉടൻ വെടിനിർത്താനും ലിയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. യുക്രൈനിലെ പ്രിയപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തന്റെ ഹൃദയത്തിൽ വഹിക്കുന്നുണ്ടെന്നും ആധികാരികവും നീതിയുക്തവുമായ സമാധാനമുണ്ടാകാൻ ചർച്ചകൾ നടത്താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശം മുന്നോട്ട് വെച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം വരുന്നത്. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ലിയോ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ഇസ്രയേൽ ഉപരോധിച്ച ഗസ മുനമ്പിലെ യുദ്ധം തനിക്ക് വളരെയധികം ദുഃഖം ഉളവാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ആക്രമണത്തിൽ തളർന്നുപോയ സാധാരണക്കാർക്ക് മാനുഷിക സഹായം നൽകണമെന്നും ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മരിക്കുന്നതിന് തലേ ദിവസം നൽകിയ ഈസ്റ്റർ സന്ദേശത്തിൽ പോലും ഗസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഫലസ്തീനിലെയും ഇസ്രയേലിലെയും ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ലോകം മുന്നിട്ടിറങ്ങണമെന്നുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം എന്നതും ഓർമ്മിക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾ തന്റെ ആദ്യ പ്രസ്താവനകളിലൂടെ പിന്തുടരുകയാണ് ലിയോ 14. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശനിയാഴ്ചയുണ്ടായ വെടിനിർത്തൽ വാർത്ത കേട്ടതിൽ സന്തോഷമുണ്ടെന്നും ചർച്ചകൾ ശാശ്വതമായ ഒരു കരാറിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറയുന്നു. ലോകത്തെ മറ്റ് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും ലിയോ 14 ആഹ്വാനം ചെയ്തു. കത്തോലിക്ക വിശുദ്ധ വർഷത്തിനായി റോമിൽ ഒത്തുകൂടിയ ജനലക്ഷങ്ങൾക്ക് ലിയോ 14 മാർപ്പാപ്പയുടെ സമാധാന സന്ദേശം ഒരു പ്രത്യാശയുടെ കിരണമായി മാറുകയായിരുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾ സ്ക്വയറിൽ ഉണ്ടായിരുന്നുവെന്ന് ഇറ്റാലിയൻ അധികൃതർ കണക്കാക്കുന്നു.